Good afternoon everyone. Next we discuss about command line arguments in C. Command line arguments in C എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാം. അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എവിടെയിരിക്കും? ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്തിരിക്കും. എന്താണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്? ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് പോയി വീഴുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കറിയാം. സോ നമ്മളൊരു പ്രോഗ്രാമിനെ വിളിക്കുക എപ്പോഴാണ്? ./a.out എന്ന് പറയുമ്പോഴാണ്. ആഫ്റ്റർ കമ്പൈലേഷൻ സി സോഴ്സ് കോഡിനെ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ ഡിഫാൾട്ടായിട്ടുണ്ടാവുന്ന ഒബ്ജക്റ്റ് കോഡുകൾ റീസെൻ്റ്ലി ആരെയാണോ കമ്പൈൽ ചെയ്തത് അവരുടേത് എവിടെ കാണും? A.out കാണും. സോ ആ A.outനെ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാക്കണം. ഓക്കെ, ഉണ്ടാക്കിയില്ലെങ്കിൽ അയാൾ ഇവിടെ A.out ഉണ്ടായിരിക്കും. സോ അയാൾ റൺ ചെയ്യാനുള്ള വഴിയാണ് ./a.out. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് പാസ് ചെയ്യാം. ഓക്കെ, അവരെ മെയിൻ ഫങ്ഷൻ ക്യാച്ച് ചെയ്യും. കാരണം സ്റ്റാർട്ടിങ് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ആണല്ലോ. അപ്പോൾ മെയിനിലേക്ക് പറഞ്ഞു വിടുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? മെയിനിൻ്റെ ബ്രാക്കറ്റിലുണ്ടായിരിക്കണം. ഇതുവരെ നിങ്ങൾ വോയിഡ് മെയിൻ അല്ലെങ്കിൽ ഇൻഡ് മെയിൻ ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് എംപ്റ്റി ബ്രാക്കറ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ല, ഒരു ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ നിൽക്കും. എന്താണ് ക്യാച്ച് ചെയ്യുക? നമ്മൾ ഈ സ്പേസ് ഇട്ട് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെ. ഓക്കെ, അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിൽ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് സിയുടെ കേസിൽ പ്രോഗ്രാം നെയിമും രണ്ടാമത്തത് നമ്മൾ പാസ് ചെയ്യുന്ന ആദ്യ ആക്ച്വൽ ആർഗ്യുമെൻറ്റുമാണ്. ഓക്കെ, ജാവയുടെ കേസിൽ പ്രോഗ്രാം നെയിം ആർഗ്യുമെൻ്റ് അല്ല. മനസ്സിലായല്ലോ? സിയുടെ കേസിൽ പ്രോഗ്രാം നെയിമാണ് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിനിൻ്റെ അകത്ത് ഇതുവരെ എംപ്റ്റി ബ്രാക്കറ്റ് ആയിരുന്ന സ്ഥലത്ത് നമ്മൾ രണ്ട് ആർഗ്യുമെൻറ്റ്സിന് വെക്കും. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ ആർഗ് സി, അതിൻ്റെ പേരൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. സാധാരണ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് പ്രോഗ്രാമിൽ ആർഗ് സി ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് കൗണ്ടിനെയാണ് സൂചിപ്പിക്കുക. ആർഗ്യുമെൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം നെയിം അടക്കം നമ്മൾ എത്ര പേരെ പാസ് ചെയ്തു, ഓക്കെ, അതിൻ്റെ എണ്ണമാണ് ആർഗ്യുമെൻറ്റ് സിയിലേക്ക് വന്ന് വീഴുക. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കുന്നു വേണ്ട, അത് ഇതിലേക്ക് വന്ന് വീഴും. പിന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പോയിൻ്റർ അരയാണ്, അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എത്ര ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്താലും അതൊക്കെ ഈ ക്യാരക്ടർ അരയിൽ വന്ന് വീഴും. ഓക്കെ, ഇനി ആർഗ്യുമെൻറ്റ് സി എന്താണെന്നും ആർഗ്യുമെൻറ്റ് ബി എന്താണെന്നും പറഞ്ഞു. എൻ അരേ ഓഫ് സ്ട്രിങ്സ് ആണ്, ഓരോ എലമെൻറ്റും സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ പാസ് ചെയ്താലും സ്ട്രിങ് ആയിട്ടാണ് വീഴുക. അത് ക്യാരക്ടർ പോയിൻ്റർ റെപ്രസെൻറ്റിംഗ് ദ ആർഗ്യുമെൻറ്റ്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രിൻറ്റിങ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റായി നമ്മൾ പാസ് ചെയ്യുന്നത് പിന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡ് മെയിൻ അല്ലെങ്കിൽ വോയിഡ് മെയിൻ ഇൻഡ് ആർഗ് സി കോമ ഇൻഡ് സ്റ്റാർ ആർഗ് വി ഓഫ്. ആർഗ്യുമെൻറ്റ് വെക്റ്റർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ആർഗ് വി ഓഫ്. സ്ട്രിങ്ങുകളുടെ അരയാണ്, ഓരോ എലമെൻറ്റും സ്ട്രിങ് ആണ്. അങ്ങനെ ഒരുപാടെണ്ണം. ഇപ്പോൾ ഡബിൾ ഡയമെൻഷനാണ്, പോയിൻ്റർ ഉള്ളതുകൊണ്ട് ഒരു നൊട്ടേഷൻ ഓഫ് അരേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആർഗ് സീനെ പ്രിൻ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതാണ് എണ്ണം. ഇതിപ്പോൾ മൊത്തം ഒരു അരയാണല്ലോ. അപ്പോൾ 0 മുതൽ ആർഗ് സി വരെ നമ്മളൊരു ഫോർ ലൂപ്പിൽ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആർഗ് വി ഓഫ് ഐ പ്രിൻ്റ് ചെയ്യുമ്പോൾ 0th പൊസിഷനിൽ പ്രോഗ്രാം നെയിമും ഫസ്റ്റ് 1 ഇൻഡെക്സ് ആവുമ്പോൾ ആദ്യം എന്താ പറയുക ആർഗ്യുമെൻറ്റ്. എത്ര ആർഗ്യുമെൻ്റ് ഉണ്ടോ അത്രയും തവണ ലൂപ്പ് വർക്ക് ചെയ്യും. അങ്ങനെ നമുക്കത് പ്രിൻ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് റൺ ചെയ്യുക?
ശരിക്കും ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, argus.c എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, നോർമൽ എന്ത് പേരിലും സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കമ്പൈൽ ചെയ്യുക GCC argus.c-o argus. അതായത് ഒബ്ജക്റ്റ് കോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ a.out. ഓക്കെ, റൺ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ./argus അല്ലെങ്കിൽ a.out സ്പേസ് ഹലോ സ്പേസ് വേൾഡ്. അപ്പോൾ ഹെലോയും വേൾഡും ആണ് പാസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ്. argv(0) ആർഗസ്സും ഉണ്ടാവും, argv(1) ഹെലോ ഉണ്ടാവും, argv ഇതെവിടെ ഉണ്ടാവും, ഇവിടെ 0 ആവുമ്പോൾ ഉണ്ടാവും, ഇതുണ്ടാവുക 1 ആവുമ്പോൾ, ഇതുണ്ടാവുക argv(2). ഓക്കെ, അതായത് ഇതിൻ്റെ അകത്തേക്കാണ് ഇത് വന്നു വീഴുക. അപ്പോൾ ടോട്ടലി നമ്മളിപ്പോൾ എത്ര പാസ് ചെയ്തു, 1 2 3. അപ്പോൾ argc എത്രയായിരിക്കും, 3. ഓക്കെ, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 3, ആർഗ്യുമെൻറ്റ് 0./argus. ആർഗസ് മാത്രമല്ല ./ കൂടെ ഉണ്ട് കേട്ടോ. സ്പേസുകളാണ് ഓരോരുത്തർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഓരോ ആർഗ്യുമെൻറ്റ്സിന്. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, argv(0) is always the program's name. അതാണ് ./argus. argv(1) and argv(2) etc. are the actual arguments passed. നമ്മൾ പാസ് ചെയ്തത് ഇതാണ്. സ്റ്റേഷൻ पर पहुंचने वाली है. പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എപ്പോഴും പ്രോഗ്രാം നെയിമാണ്. അത് ജാവയിൽ അല്ല, സിയിൽ മാത്രമാണ് അങ്ങനെ. സോ താങ്ക് യു. ദിസ് ഇസ് എ